ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു പത്തിരി റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് എങ്ങനെ പത്തിരി ഉണ്ടാക്കുക എന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. പൊടി വാട്ടണ്ട, അതുപോലെ പൊടി കുഴക്കണ്ട, അതുപോലെ പരത്തുകയും വേണ്ട, പിന്നെ വെള്ളം പോലും ചേർക്കാണ്ട് വളരെ പെട്ടെന്ന് തന്നെ പത്തിരി പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് തുടക്കക്കാർക്കും അതുപോലെ പത്തിരി ഉണ്ടാക്കിയിട്ട് എപ്പോഴും ശരിയാവാത്തവർക്കും പ്രവാസികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം വേണ്ട എന്ന് പറയുന്ന അതിന് പകരമായിട്ട് നമുക്കിതിലോട്ട് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ എത്രയാണോ പത്തിരിപ്പൊടി എടുത്ത് അതിൻ്റെ ഇരട്ടി ചോറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിന് 2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക. ഏത് അരിയുടെ ചോറും ഇട്ട് കൊടുക്കുക കേട്ടോ. മട്ടരിയുടെ ആണെങ്കിലും കുഴപ്പമില്ല. മട്ടരിയുടെ ആണെങ്കിൽ പത്തിരിക്കൊരു കളർ മാറ്റം വരുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി പൊടിയും അതുപോലെ ചോറും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ പൊടിയും ചോറും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും പൊടിയും ചോറും എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ടായിട്ട് ഇതിന് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോൾ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അടുത്ത ട്രിപ്പിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടായിട്ട് മാറ്റിയെടുക്കാം. ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ചോറും പൊടിയും കൂടി മിക്സ് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ അരച്ചുകൊണ്ട് വരിക. അതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് തന്നെ ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കയ്യിൽ അല്പം ഓയിലാക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് മിക്സ് ആക്കിയെടുക്കാം. നല്ല ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാം കേട്ടോ. ഇതൊരു ഒട്ടുന്നൊരു പരുവാണ്. അതിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. എണ്ണ തേച്ച് കയ്യിൽ കുറച്ച് എടുത്തിട്ട് ഒന്നിങ്ങോട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഇപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വേറിട്ടിട്ട് കിട്ടുന്ന രൂപത്തിലായിക്കണു. അപ്പോൾ നല്ലൊരു പത്തിരിക്ക് നമ്മൾ സാധാരണ കുഴക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിനെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉരുളകളാക്കി മാറ്റാം. ഇതുപോലെ നല്ല ചെറുതും അല്ല, അതുപോലെ നല്ല വലുതും അല്ല, നമ്മളോരോ ചോറ്റുരുളയുടെ അത്രയൊക്കെ ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിവിടെ മുഴുവനായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പത്തിരി പരത്തുന്ന പ്രസ്സാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തിരി പലകയിലിട്ടിട്ട് പരത്തുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പ്രസ്സാണ് എടുത്തിട്ടുള്ളത്. പത്തിരി പരത്തുമ്പോൾ പെട്ടെന്ന് വിട്ടിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഒരു ഭാഗത്ത് കവർ കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിപ്പൊടി ഇട്ട ശേഷം ഇതിനെ ഉരുളകളെ ഒന്ന് പരത്തിയെടുക്കാം. ചെറിയ റൗണ്ടാക്കി മാറ്റിയിട്ട് കുറച്ച് പൊടി കൂടി തൂവി കൊടുത്ത് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ
ഇത് പ്രസ്സിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്തതും കൂടി അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഞാനിവിടെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് റൗണ്ട് കുറച്ച് കുറവാണ്. അപ്പോൾ ഇത് റൗണ്ട് ഇതിലും കൂടുതൽ വട്ടം വേണമെന്നുള്ളവർക്ക് നമ്മൾ പത്തിരി പരത്തുന്നത് പോലെ ഒന്നുകൂടി പരത്തിയെടുക്കൂടി ചേട്ടക്കോയിൽ വെച്ച് ഒന്നും കൂടി അങ്ങോട്ട് പരത്തിയെടുക്കാം. ഈ വട്ടം വേണ്ടവർക്ക് ഇത് മതി. അല്ല ഇനി ഇതിൽ കൂടി ഒന്ന് വട്ടം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പത്തിരി ഇവിടെ ഫുള്ളായിട്ട് പരത്തൽ കഴിഞ്ഞു. നമുക്ക് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ടായിട്ട് പത്തിരി ഇട്ട് കൊടുക്കുക. പത്തിരി ഇട്ടൊരു 30 സെക്കൻഡ് കഴിയുമ്പോൾ അതിന്നിങ്ങനെ ആവി വരും. അപ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ അത് ചെറുതായിട്ടുള്ള കുമിളകൾ ഇങ്ങനെ ഉയർന്നു വരും. അപ്പോൾ വീണ്ടും മറിച്ചിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ പൊള്ളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടണമെന്നൊന്നുമില്ല. വാട്ടാണ്ടേയും കുഴക്കാണ്ടൊക്കെ തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ വാട്ടിയിട്ടും കുഴക്കുന്നൊക്കെ ഉണ്ടാക്കുന്ന പത്തിരിയുടെ അതേ ഒരു രൂപത്തിൽ തന്നെ ഇതിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി റമദാനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇനി ചോറ് കളയൊന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പത്തിരി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ സാധാരണ വാട്ടിയിട്ടും കുഴച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന പത്തിരിയുടെ അത്ര ടൈമൊന്നും പിടിക്കില്ല. അത്രയൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പത്തിരിയുടെ അതേ ഒരു രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്.